സഹിക്കാൻ കഴിയാത്ത ചൂടാണ്. അപ്പോൾ ഈ ഒരു ചൂടിലാണ് നമ്മുടെ നോമ്പും. അപ്പോൾ ഈ ഒരു നോമ്പിന് നമ്മൾ എന്തെങ്കിലും ഒന്ന് വാരി വലിച്ച് കഴിക്കാനോ കുടിക്കാനോ ഒന്നും പാടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള 1-2 ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, അതുപോലെ തന്നെ അയണും, വിറ്റാമിൻ സി, വിറ്റാമിൻ എ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള നമുക്ക് ഈ ഒരു ചൂടിനും നോമ്പിനും ഒക്കെ കുടിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ ഒരു ലൈക്കൊക്കെ ചെയ്തിട്ട് കണ്ടോളി. പിന്നെ നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പുക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ലല്ലേ അവല്. ഇനിയിപ്പോൾ അവലില്ലെങ്കിലും വലിയൊരു വില ഒന്നും കൊടുക്കേണ്ട, ഒരു ഗ്ലാസ് അവൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് വാങ്ങിക്കോളി. പിന്നെ നമുക്കിതിലേക്ക് ഒരുപാട് ഫ്രൂട്ട്സോ ഒന്നും ചേർക്കണില്ല. എന്നാലോ നമ്മൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കണതിനേക്കാളും ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള 1-2 സാധനങ്ങളും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു അവലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ വറുത്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നമുക്കിതിനൊരു ആ ഒരു കറക്റ്റ് ടെക്സ്ചർ ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ട് അവലൊന്ന് വറുത്തോളി കേട്ടോ. ഒരുപാട് സമയം വറുക്കാനൊന്നും നിൽക്കണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴേക്കും, പ്രത്യേകിച്ച് ഈ ഒരു ചൂടത്ത് നമ്മൾ എന്ത് ചെയ്താലും പെട്ടെന്ന് ചൂടാകുന്ന കാലമാണല്ലോ, ചൂടാറി കിട്ടാൻ ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കുറച്ച് സമയം ഇളക്കുമ്പോഴേക്കും ഇത് നല്ലോണം ഒന്ന് മുരിഞ്ഞിട്ടൊക്കെ കിട്ടും. അപ്പോൾ ഇത് വറവായിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് നമ്മുടെ മൂക്കിലേക്ക് നല്ലൊരു സ്മെല്ലടിക്കും, ഒരു വറവിൻ്റെ സ്മെല്ല്. ആ ഒരു സ്മെല്ല് തന്നെയാണ് നമ്മളെ ഡ്രിങ്ക് നമ്മൾ കുടിച്ചുകൊണ്ടേയിരിക്കാൻ ഉള്ള ആഗ്രഹം തോന്നിപ്പിക്കുന്നതും. ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ അറിയുള്ള ഗുണം, നമ്മൾ ഹെൽത്തിയാണ്, വയറിങ്ങനെ നിറയും. പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഫുഡ് കഴിക്കണം എന്നൊന്നുള്ള മൈൻഡ് ഉണ്ടാവില്ല. നമ്മൾ അന്നത്തെ ദിവസം നോറ്റിട്ടുള്ള നോമ്പിൻ്റെ എല്ലാ ക്ഷീണവും മാറും ചെയ്യും. പിറ്റേ ദിവസത്തെ നമ്മളെ നോമ്പിനുള്ള ക്ഷീണം ഉണ്ടാവില്ല. അത്രക്കുമാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അവലൊക്കെ നല്ലോണം ഒന്ന് വറവായിട്ടുണ്ട്. ഒന്ന് എടുത്ത് നെരുക്കി നോക്കുമ്പോൾ നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ചട്ടിയിൽ ഈ അവൽ വെക്കാതെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, പെട്ടെന്ന് അങ്ങോട്ട് ചൂടാറിയിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ ഈ ഒരു വറുത്ത പാത്രത്തിൽ തന്നെ വെച്ചാൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലും കൂടെയാണ്. അപ്പോൾ ഈ ഒരു അവൽ നമ്മൾ ഒഴിച്ച് കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടാറിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ജാർ എടുക്കുക. മിക്സിഡ് ജാറിൽ നനവൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടവലൊക്കെ വെച്ചിട്ട് ഒരു കോട്ടൺ തുണിയൊക്കെ വെച്ചിട്ടൊന്ന് തോർത്തി എടുത്തോളൂ. എന്നിട്ട് ഞാൻ ആ ഒരു ജാറിലേക്ക് ചെറിയ ജാർ എടുത്തോളൂ കേട്ടോ. മിക്സിയുടെ ചെറിയ ജാറിലാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാൻ നല്ലത്. നമ്മൾ വലിയ ജാറിലിട്ടാൽ ശരിക്കും അങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടൂല. ഇനിയിപ്പോൾ നല്ലോണം ഫൈനായിട്ട് പൊടിയണമെന്നൊന്നുമില്ല, പക്ഷേ ഇത് നല്ല അത്യാവശ്യം നല്ലോണം വറന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ലോണം ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിലേക്ക് ഫ്രൂട്ട്സ് ഒന്നും ചേർക്കണില്ല കേട്ടോ. എന്നാലും നമുക്കിത് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ അല്ലേ, നേന്ത്രപ്പഴം. അപ്പോൾ ഈ വറുത്ത അവലിലേക്ക് ഈ ഒരു നേന്ത്രപ്പഴം നിങ്ങൾ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കിട്ടോ. അപ്പോഴാണ് നമുക്കൊരു കറക്റ്റ് ടെക്സ്ചറിൽ ഈ ഒരു ഡ്രിങ്ക് കിട്ടുക. പിന്നെ ഈ ഒരു പഴം ചേർക്കാതെ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, നല്ലൊരു കോംബോ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല പഴുത്ത ഒരു നേന്ത്രപ്പഴമാണ് എടുത്തെടുത്തിട്ടുള്ളത്. ഇത് തൊലിച്ചിട്ട് എന്ത് ചെയ്യുക, കത്തി കൊണ്ടൊന്നും മുറിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കൈ കൊണ്ട് തന്നെ മുറിച്ചിട്ട് ആ ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കണ്ടല്ലോ, ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു നോമ്പായതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം ഏത് ഫുഡായാലും ഉണ്ടാക്കേണ്ടത് കേട്ടോ. കുറേ മുളക്, എരിവ്, കുറേ പുളി അങ്ങനത്തെ ഒന്നും കഴിക്കരുത്. പിന്നെ എന്തെങ്കിലുമൊക്കെ പൈനാപ്പിൾ പോലുള്ള സംഭവങ്ങളൊന്നും ജ്യൂസ് അടിച്ച് കുടിക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്നതല്ലേ. പഴമാവട്ടെ, അതുപോലെ തന്നെ ഈന്തപ്പഴമാവട്ടെ, അവലാവട്ടെ അല്ലേ. അപ്പോൾ നല്ല മട്ട അവലൊക്കെ ഉണ്ടെങ്കിൽ അതന്നെ എടുത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ മട്ട അവലാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈന്തപ്പഴം ഞാനൊരു 10ഓളം ചുള എടുത്തിട്ട് നമ്മളിതിലേക്ക് ഒരു നുള്ള് പോലും പഞ്ചസാര ചേർക്കണില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഗുണം കൂടെ നമ്മളെ ഒരു ഡ്രിങ്കിനുണ്ട്, അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം.
അപ്പോൾ പഞ്ചസാര ചേർക്കാത്തതുകൊണ്ട് തന്നെ ഞാനൊരു 10-12ഓളം ചുള ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈത്തപ്പഴം വെള്ളത്തിലിടാനോ കുതിർക്കാനോ ഒന്നും നിന്നിട്ടില്ല കേട്ടോ. ജസ്റ്റ് അങ്ങോട്ട് അതിൻ്റെ ആ ഒരു കുരു കളഞ്ഞിട്ടേ ഉള്ളൂ. കുരു കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് കുറച്ച് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കാണ്ട് ചെയ്ത് നല്ലോണം നരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടായിക്കോട്ടെ, കാരണം നമ്മൾ കുടിക്കുന്ന സമയത്ത് ഒരു കടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് അരച്ചതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച അവലിൻ്റെ പൊടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അവലിൻ്റെ പൊടി ഇതിലേക്ക് ഇടുമ്പോൾ എന്താണുള്ള ഗുണം എന്നറിയോ? നമ്മൾ കണ്ട പോലെ ആയിരിക്കൂല. ഇതിങ്ങനെ അവലല്ലേ, അവലിൻ്റെ പൊടിയല്ലേ, പുതിർന്ന് ഒരുപാട് ഉണ്ടാവട്ടെ നമ്മുടെ ഒരു ഡ്രിങ്ക്. ഒരുപാട് തന്നെ ഒരുപാടല്ല, എന്നാലും ഒരു വീട്ടിലൊരു 10 പേരൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം കുടിക്കാനുള്ള പാകത്തിനുള്ള ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊരു കപ്പ് അവൽ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ തന്നെ ധാരാളമാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ 2 കപ്പൊക്കെ വെച്ചാൽ ഒരുപാട് വീണ്ടും കാരണം ഒരു ഗ്ലാസ് നമുക്കിത് പൂതി തീരില്ല, കാരണം അത്രക്കും വെറൈറ്റി രുചിയാണ് ഇതിന്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ഗ്ലാസ് പാല് കാച്ചിന് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് പാല് കാച്ചി തണുപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുത്താണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഗ്ലാസ്സിൻ്റെ കട്ട ഉണ്ടാവും, ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ പാക്കറ്റ് പാലൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒന്ന് തിളപ്പിച്ചിട്ട് ഉപയോഗിക്കട്ടോ, അങ്ങനെയാണ് നല്ലത്. നമ്മൾ പച്ചപ്പാലൊന്നും കുടിക്കുന്നതും കഴിക്കുന്നതും ഒരിക്കലും നല്ലതല്ല. അപ്പോൾ ആ ഒരു പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ അവലായതുകൊണ്ട് തന്നെ കുതിർന്ന് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 1/2 ഗ്ലാസ് സാധാരണ നോർമലി വാട്ടറും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ മിക്സിഡ് ഇത് അരച്ചെടുത്തിട്ടുള്ള മിക്സിൻ്റെ ജാറൊക്കെ കഴുകണമൊക്കെ വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത്രയും മതിയാവും. അപ്പോൾ ഞാൻ അതെല്ലാം കൂടി നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഏലക്കാപ്പൊടി ചേർക്കാതെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ അവൽ വറുത്തതും പഴമൊക്കെ വെച്ചിട്ടുള്ള പാലൊക്കെ വെച്ചിട്ടുള്ള ഒരു കറക്റ്റ് രുചി കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ഐസ് ക്യൂബ്സ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല കട്ടിയിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. പക്ഷെ ഞാൻ ഇനിയിപ്പോൾ എന്താ പറയുക, മിക്സിൻ്റെ ജാറിലൊക്കെ അത്യാവശ്യം തന്നെ ഉണ്ട് ഇതിൻ്റെ ഒക്കെ പറ്റി കിടക്കണത്. അപ്പോൾ അതൊക്കെ ഒരു നല്ല തിക്കായതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഉണ്ടാവും, 1/2 ഗ്ലാസ്സൊക്കെ ഉണ്ടാവും വടിച്ചെടുത്താൽ. അപ്പോൾ ഞാനെന്താ ചെയ്യുന്നത്, നല്ല ഐസ് വാട്ടർ ഉപയോഗിച്ചിട്ട് നല്ലോണം മിക്സിൻ്റെ ജാറൊന്ന് ചുഴറ്റി ഒഴിക്കാനായിട്ട് ചെയ്യണത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് തറാവി കഴിഞ്ഞ് വന്നാലും ഇനിയിപ്പോൾ പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ അത്താഴത്തിൻ്റെ ഒക്കെ സമയമുണ്ടല്ലോ, അത്താഴം കഴിഞ്ഞിട്ട് ഇതൊരു ഗ്ലാസ് നിങ്ങൾ കുടിച്ചിട്ട് പിറ്റേ ദിവസം നോമ്പ് നോക്കേണ്ടി. എന്നിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യും, എന്ത് നല്ല സുഖം ഉണ്ടായിനി, ഒരു ക്ഷീണമില്ലേനി നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ രാത്രിയിലായാലും ഇനി നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ആയാലും യാതൊരു പേടില്ലാതെ കുടിക്കാൻ പറ്റുന്ന 100% ഉറപ്പ് തരാൻ പറ്റുന്ന ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ഇതിന് നമുക്ക് ഡ്രിങ്ക് എന്ന് പറയണ്ട, മെഡിസിൻ തന്നെ പറയട്ടോ, അത്രക്കും ഒരു ഇതാണിത്. നിങ്ങൾ പിന്നെ ഐസ് ക്യൂബ്സൊക്കെ വേണമെങ്കിൽ ചേർത്തെടുത്തോളൂ, അല്ലെങ്കിൽ ഒഴിവാക്കട്ടോ. പക്ഷേ കുറച്ചൊരു തണുപ്പൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു വേനൽക്ക് നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇത് ഫസ്റ്റിൽ കുടിച്ചാൽ പോലും ഒരു കുഴപ്പമില്ല കേട്ടോ. നാരങ്ങ വെള്ളം, പൈനാപ്പിൾ വെള്ളം അതൊന്നും കുടിക്കണ പോലല്ല. ഇത് നിങ്ങൾക്ക് നല്ല പേടില്ലാതെ വിശ്വസിച്ചിട്ട് മക്കൾക്കും കുഞ്ഞു മക്കൾക്ക് വരെ കൊടുക്കുക. ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാലില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലും ചെയ്യാട്ടോ. പിന്നെ അവലൊക്കെ ആകുമ്പോൾ തേങ്ങാപ്പാൽ ചെയ്യുമ്പോൾ ഒന്നും കൂടെ രുചി കൂടും. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു നോമ്പൊക്കെ നോറ്റ സമയത്ത് അതൊക്കെ തേങ്ങ പൊളിച്ച് ചെറുകി പിഴിഞ്ഞെടുക്കാനൊക്കെ മടിയാണല്ലോ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പാലെടുത്തത്. അപ്പോൾ തേങ്ങാപ്പാൽ വെച്ചിട്ട് ചെയ്യുക, അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നും എസൻസോ ഏലക്കാപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ചേർത്ത് കൊടുത്തോളൂ. പിന്നെ ഇതിലേക്ക് കസ്കസൊക്കെ ഇഷ്ടമുള്ള ആളുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണ് കസ്കസൊക്കെ ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് ഇതിലേക്ക് ഇട്ടെടുത്തോളൂ കേട്ടോ. അതായത് നമ്മുടെ സബ്ജ സീഡ്സ് ആണ്.
അല്ലെങ്കിൽ ചിയാ സീഡ്സും ചേർത്ത് കൊടുക്കുക. ധാരാളം ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു വേനൽക്കാലത്തൊക്കെ ഈ മൂത്രത്തിൻ്റെ പ്രശ്നമുള്ള ആളുകളൊക്കെ വെറുതെ ഒരു ടേബിൾ സ്പൂണൊക്കെ വെള്ളത്തിട്ടിട്ട് വെള്ളം കൂട്ടിയിട്ട് കുതിർത്ത് കുടിക്കുന്ന ഒരുപാട് പേരുണ്ട്. സബ്ജാ സീഡ്സ് ആയാലും ചിയാ സീഡ്സ് ആയാലും ഒക്കെ. അപ്പോൾ എന്താ പറയുക, നമുക്ക് ആ ഒരു ചൂടിൻ്റെ ആ ഒരു പ്രശ്നം, നമുക്ക് മൂത്രാശയ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള തണുപ്പിന് നിലനിർത്താൻ നമ്മുടെ ശരീരത്തിന് കഴിയുന്നതാണ് സബ്ജാ സീഡ്സ് ആയാലും ചിയാ സീഡ്സ് ആയാലും ഒക്കെ കേട്ടോ. അപ്പോൾ അതൊരു ഗ്ലാസ്സിൽ ഒരു ടേബിൾ സ്പൂണ് വെള്ളത്തിൽ കുതിർത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഡ്രിങ്ക് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഗുണം, ഇതിൻ്റെ ഈ ഒരു ഡ്രിങ്കിൻ്റെ ഗുണങ്ങളും എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല, ഒന്ന് കുതിരട്ടെ. അപ്പോൾ ഏതായാലും നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അത് ചേർത്ത് കൊടുത്താൽ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കാണാനും നല്ല ഭംഗി ഉണ്ടാവും. നമ്മൾ ഗ്ലാസ്സിലൊക്കെ ഒഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കുരുകുരുണ്ടല്ലോ നല്ലോണം ഒരു പഞ്ഞി പോലെ ആയിട്ട് വീർത്തിട്ട് ഒരു ജെല്ലി രൂപത്തിലായിട്ടുള്ള നമ്മൾ സാബൂനരിയൊക്കെ വേവിച്ചാലുണ്ടാവുമല്ലോ അതുപോലുള്ള കുരുകുരുവായിട്ട് ഇങ്ങനെ നമ്മളെ ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്കായി നമുക്കൊക്കെ കുടിക്കാൻ തന്നെ ഒരു ഇഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ റെഡിയാക്കി എടുക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സാബൂനരിയൊക്കെ വേവിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. കുടിക്കുമ്പോൾ നല്ലൊരു തടിച്ചിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ബദാം, പിസ്ത അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അപ്പോഴേക്കൊന്നും എന്താ അറിയോ, വേഗം വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫോട്ടോ എടുക്കാനാകുമ്പോഴേക്കൊക്കെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ലോണം ഡെക്കറേറ്റ് ചെയ്തെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുടിക്കുന്ന സമയത്ത് അതൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി വേണമെങ്കിൽ നിങ്ങൾക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്നും കൂടെ തണുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ധാരാളം ഗുണങ്ങളുള്ള, അതും ഈ ഒരു കൊടും വെയിലത്തും ചൂടത്തും നമുക്ക് ഉണ്ടാക്കി കഴിക്കാനും കുടിക്കാനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഡ്രിങ്കുമാണ്. പിന്നെ ഇതിന് വല്ലാത്തൊരു ചിലവോ കാര്യമോ ഒന്നുമില്ല. നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലൈക്കൊക്കെ തരും കേട്ടോ. പിന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒക്കെ ഒന്ന് ഈ ഒരു ഡ്രിങ്ക് ഷെയർ ചെയ്ത് കൊടുത്ത് നോക്കിയാണെങ്കിൽ അവരൊക്കെ ഒരുപാട് ഇഷ്ടത്തോടു കൂടി ഉണ്ടാക്കുകയും ചെയ്യും, കുടിക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ, ഓലൊക്കെ ഈ ഒരു സമയത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള എല്ലാ റെസിപ്പീസും നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ മുമ്പിൽ അങ്ങോട്ട് വന്നിരിക്കും. അപ്പോൾ ബെല്ലേക്കൻ നിൽക്കുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ നിൽക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ നിങ്ങൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി നാളെ ഇൻഷാ അല്ലാഹ് അടുത്ത ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരട്ടോ. അതുവരെയൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.